ഉൽപ്പത്തി പുസ്തകം 47-48 അധ്യായങ്ങൾ. യാക്കോബ് ഗോഷ്യനിൽ. ജോസഫ് ഫറവോയുടെ അടുത്തെന്ന് പറഞ്ഞു, കാനാൻ ദേശത്ത് എൻ്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട്. അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരിപ്പോൾ ഗോഷ്യൻ ദേശത്താണ്. തൻ്റെ സഹോദരന്മാരിൽ 5 പേരെ അവൻ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു, നിങ്ങളുടെ തൊഴിൽ എന്താണ്? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസർ ഇടയന്മാരാണ്. ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു. അവർ തുടർന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കാനും ഞങ്ങൾ വന്നിരിക്കുന്നത്. കാനാൻ ദേശത്തെ ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലുകൾക്ക് അവിടെ തീറ്റിയില്ല. ദയചെയ്ത് ഗോഷ്യൻ ദേശത്ത് താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കണം. അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു, നിന്റെ പിതാവും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഈജിപ്ത് ദേശം മുഴുവൻ നിനക്ക് അധീനമാണ്. നാട്ടിൽ ഏറ്റവും നല്ല നിലത്ത് നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോഷ്യൻ ദേശത്ത് താമസിക്കട്ടെ. അതിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എൻ്റെ കാലുകൾ അവരെ ഭരമേൽപ്പിക്കുക. അതിനുശേഷം ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുവന്നു. യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് വയസ്സ് എത്രയായി? ഫറവോ ചോദിച്ചു. എൻ്റെ ദേശാന്തരവാസകാലം 130 വർഷമായിരിക്കുന്നു. അത് ഹ്രസ്വവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തോളം ആയിട്ടില്ല അത്. ഫറവോയെ അനുഗ്രഹിച്ചതിന് ശേഷം യാക്കോബ് എൻ്റെ അടുത്ത് നിന്ന് പോയി. ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി അവരെ അവിടെ പാർപ്പിച്ചു. നാട്ടിൽ ഏറ്റവും നല്ല ദേശമായ റൊമ്മോസാണ് അവൻ അവർക്ക് കൊടുത്തത്. ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിൻ്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു. ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു. ക്ഷാമം അത്ര രൂക്ഷമായി. ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു. ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിൻ്റെ വിലയായി ജോസഫ് ശേഖരിച്ചു. അത് ഫറവോയുടെ ഭവനത്തിലെത്തിച്ചു. ഈജിപ്തിലും കാനാനിലെ പണമൊക്കെയും തീർന്നപ്പോൾ ഈജിപ്തുകാർ ജോസഫിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം തരിക. അങ്ങയുടെ മുൻപിൽ കിടന്ന് ഞങ്ങൾ മരിക്കാൻ ഇടയാകരുത്. ഞങ്ങളുടെ പണമെല്ലാം തീർന്നുപോയി. ജോസഫിന് പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരിക. കാലുകൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം. തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു. അവർ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് 1 വർഷത്തേക്ക് ആഹാരം നൽകി. അടുത്ത വർഷം അവർ ജോസഫിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, പണം തീർന്ന കാര്യം യജമാനന് ഞങ്ങൾ ഒളിച്ചു വയ്ക്കുന്നില്ല. ഞങ്ങളുടെ കന്നുകാലികളും അങ്ങയുടേതായി. ഞങ്ങളുടെ ദേഹവും നിലവുമല്ല ഞങ്ങൾക്കിനൊന്നും ബാക്കിയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുൻപിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെ നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരിക. ഞങ്ങളും നിലവും ഫറവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം. ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും നിലം ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക. അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാവരും ഞങ്ങളുടെ നിലം വിറ്റു. അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി. ഈജിപ്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ജോസഫ് ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു. ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചുകൊള്ളുവിൻ. കൊയ്യുമ്പോൾ 5 ഫറവോയ്ക്ക് കൊടുക്കണം. അതിൽ 4 നിങ്ങളുടേതായിരിക്കും. വിത്തിനായി നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അത് എടുത്തുകൊള്ളുക. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. യജമാൻ ഞങ്ങളിൽ കൃപയുണ്ടാകണം. ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് 5 ഫറവോയ്ക്കും എന്നൊരു നിയമം ഉണ്ടാക്കി. അത് ഇന്നും നിലനിൽക്കുന്നു. പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോയുടേതായില്ല. ഇസ്രായേൽ ഈജിപ്തിലെ ഗോഷ്യൻ ദേശത്ത് പാർത്തു. അവർക്കവിടെ ധാരാളം സ്വത്തുണ്ടായി. അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി. യാക്കോബ് ഈജിപ്തിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിൻ്റെ ആയുഷ്കാലം 147 വർഷമായിരുന്നു. മരണസമയമെടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എൻ്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് സത്യം ചെയ്യുക. എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. എനിക്ക് എൻ്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക. ജോസഫ് സമ്മതിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം. എന്നോട് സത്യം ചെയ്യുക, ഞാൻ ആവശ്യപ്പെട്ടു. ജോസഫ് സത്യം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശിരസ്സ് നമിച്ചു. പിതാവിന് സുഖമില്ലെന്ന് കേട്ട ജോസഫ് മക്കളായ മനാസയെയും എഫ്രായിമിനെയും കൂട്ടിക്കണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. മകനായ ജോസഫ് വരുന്നുണ്ടെന്ന് യാക്കോബ് കേട്ടു. അവൻ ശക്തി സംഭരിച്ച് കിടക്കിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, സർവശക്തനായ ദൈവം കാനാൻ ദേശത്ത് ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും. നിന്നിൽ നിന്ന് ഞാൻ ജനതകളെ പുറപ്പെടുവിക്കും. നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും. ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപിൽ നിനക്കുണ്ടായ പുത്രന്മാർ 20 എഫ്രായിമും മനാസയും എൻ്റേതാണ്. റൂബനും ശിമയോനും എന്ന പോലെ അവർ എൻ്റേതായിരിക്കും. അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിൻ്റേതായിരിക്കും.
അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളെ പേരിലായിരിക്കും അറിയപ്പെടുക. ഞാൻ പാതാനിൽ ചെന്ന് പോയപ്പോൾ വഴിക്കു കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു. എഫ്രാത്തായിലെത്താൻ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി. ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ, ഇവരാരാണെന്ന് ചോദിച്ചു. ജോസഫ് പറഞ്ഞു, ഇവർ എൻ്റെ മക്കളാണ്, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവൻ. അവൻ പറഞ്ഞു, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ജോസഫ് അവൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ ഇതെന്നെ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് കുട്ടികളെ അവൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് നിലം പറ്റെ കുനിഞ്ഞ് നമസ്കരിച്ചു. ജോസഫ് എഫ്രായിമിനെ തൻ്റെ വലത്ത് കൈ കൊണ്ടുപിടിച്ച് ഇസ്രായേലിൻ്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസ ഇടത്ത് കൈ കൊണ്ടുപിടിച്ച് ഇസ്രായേലിൻ്റെ വലത്ത് കൈക്ക് നേരെ നിർത്തി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച വലം കൈ ഇളയവനായ എഫ്രായിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലും ആണ് വെച്ചത്. മനാസയായിരുന്നുവല്ലോ കടിഞ്ഞൂൽ പുത്രൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാർ അബ്രഹാമും ഇസ്ഹാക്കും ആരാധിച്ചിരുന്ന ദൈവം, ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം, എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ കാത്തുമെന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെയും എൻ്റെ പിതാക്കന്മാർ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ. അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ. തൻ്റെ പിതാവ് വലം കൈ എഫ്രായിമിൻ്റെ തലയിൽ വെച്ച് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല. എഫ്രായിമിൻ്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റുന്നവൻ പിതാവിൻ്റെ കൈക്ക് പിടിച്ചു. ജോസഫ് പിതാവിനോട് പറഞ്ഞു, പിതാവെ, അങ്ങനെയല്ല, ഇവനാണ് മൂത്തവൻ, വലം കൈ ഇവൻ്റെ തലയിൽ വയ്ക്കുക. അവൻ വഴങ്ങിയില്ല. അവൻ പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം. അവനെന്നും ഒരു ജനതയുണ്ടാകും, അവനും വലിയവനാകും. എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും, അവൻ്റെ സന്തതികളും അനവധി ജനതകളും. അവരെ അനുഗ്രഹിച്ചിട്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ നാം ഉച്ചരിച്ച് ദൈവം നിങ്ങൾ എഫ്രായിമിനെയും മനാസയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക. അവൻ എഫ്രായിമിനെയും മനാസയ്ക്ക് മുൻപനാക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഞാനിതാ മരിക്കാറായി, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ഷെക്കേം നിനക്ക് തന്നിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 39-40 അധ്യായങ്ങൾ. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുന്നോ നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? എപ്പോൾ അവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു. അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട വിജന സ്ഥലത്ത് വളരുന്നു, അവ പിരിഞ്ഞു പോകുന്നു, മടങ്ങി വരുന്നില്ല. കാട്ടുകഴുതി അഴിച്ചുവിട്ടതാര്? അതിന് സ്വാതന്ത്ര്യം നൽകിയതാര്? ഞാനതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി. അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു, മേയിക്കുന്നതിൻ്റെ ഒച്ച കൂട്ടാക്കുന്നില്ല. മലനിരകളെ അത് മേച്ചിപ്പുറമാക്കുന്നു, പച്ചയായത് ഏതും അത് തേടുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ? നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ? നിന്റെ ഉഴവുചാലയ്ക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ? അത് കരുത്തുള്ളതാകിയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ? അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ? ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറക് വീശുന്നു, എന്നാൽ അതിന് കൊക്കിനെയോ കഴുകനെയോ പോലെ പറക്കാൻ കഴിയുമോ? അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു. മണ്ണ് അതിനെ ചൂട് നൽകി വിരിക്കുന്നു. ചവിട്ട് കണ്ട് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടിത്തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു. അത് കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും. ഈറ്റുന്നവ പാഴായിപ്പോയാലും അതിനൊന്നുമില്ല, എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല, വിവേകത്തിൽ പങ്കും കൊടുത്തില്ല. ഉണർവോടെ പായുമ്പോൾ അത് കുതിരയും കുതിരക്കാരനെയും പിന്തള്ളുന്നു. കുതിരയ്ക്ക് കരുത്ത് കൊടുക്കുന്നത് നീയാണോ? അതിൻ്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ? അതിനെ വെട്ടുകിളിയെപ്പോലെ ചാടിക്കുന്നത് നീയോ? അതിൻ്റെ ശക്തിയേറിയ ചീറ്റകൾ ഭയാജനകമാണ്. അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു, ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംവിധനാകുന്നില്ല, അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല. അവൻ്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുങ്ങുന്നു. അവൻ ഉഗ്രതയും കോപവും കൊണ്ട് ദൂരം പിന്നിടുന്നു. കാഹളനാദം കേട്ടാൽ നിശ്ചല നിൽക്കാൻ അവന് കഴിയുകയില്ല. കാഹളം കേൾക്കുമ്പോൾ അവൻ ഹർഷാരം ഒഴുക്കുന്നു. അവൻ അകലെ നിന്ന് യുദ്ധമണത്തറിയുന്നു. സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു. നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരന്നുയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത്? അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളെ തുഞ്ചത്ത് പാർക്കുന്നു. അവിടുന്ന് തിരയുന്നു. അതിൻ്റെ കണ്ണ് ദൂരം നിരയെ കാണുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു. ശവമുള്ളിടത്ത് അവനുമുണ്ട്. കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ. ജോബ് കർത്താവിനോട് പറഞ്ഞ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ പൊത്തുന്നു, ഒരിക്കലും ഞാൻ സംസാരിച്ചു, ഞാൻ ഉത്തരം പറയുകയില്ല.
2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. അപ്പോൾ ചുഴലിക്കാറ്റിൽ കർത്താവ് ജോബിനോട് അരുളി ചെയ്തു, പുരുഷനെ പോലെ നീ അരമുറുക്കുക. ഞാൻ ചോദിക്കാം, ഉത്തരം പറയുക. നീ എൻ്റെ വിധി അനീതിപരമെന്ന് പറയുമോ? നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ? നീ ദൈവത്തെപ്പോലെ ശക്തനാണോ? അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ? മഹിമയും പ്രതാപം കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക, മഹത്വം പ്രഭാവം ധരിച്ചുകൊള്ളുക. നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ. ഓരോ അഹങ്കാരിയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക, ഓരോ അഹങ്കാരിയും ഒറ്റ നോട്ടത്തിൽ താഴെ ഇറക്കുക. ദുഷ്ടനെ നിൽക്കുന്നിടത്തുനിന്ന് വലിച്ചിടുക, അവരെ പൊടികൊണ്ട് മൂടുക, അവരെ അധോലോകത്തിൽ ബന്ധിക്കുക. നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നു, അപ്പോൾ ഞാൻ അംഗീകരിക്കാം. നീർക്കുതിരയെ നോക്കുക, നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു. കാളയെപ്പോലെ അവൻ പുല്ല് തിന്നുന്നു. അവൻ്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ്. അവൻ്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നുമാണ്. അവൻ്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ്. അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. വന്യമൃഗങ്ങൾ വീറിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും. താമരയുടെ തണലിലും ചതുപ്പുനിലത്ത് ഞാങ്ങയുടെ മറവിലും അവൻ കിടക്കുന്നു. താമര അവന് തണൽ നൽകുന്നു, അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു. നദി കലങ്ങി മറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല. ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കോസലില്ല. ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ? അവന് മൂക്കുകയറിടാമോ? സങ്കീർത്തനം 16-ാം അധ്യായം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാനങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്.